ദാമ്പത്യ ബന്ധത്തിൽ ദമ്പതികൾ തമ്മിൽ ഒരു മികച്ച സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ അത് ആ ബന്ധം ദൃഢമായി മുന്നോട്ട് പോകാനായിട്ട് സഹായകരമാകും എന്നാണ്. പഠനങ്ങൾ അനുസരിച്ച് ദമ്പതികൾ തമ്മിൽ മികച്ച ഒരു സൗഹൃദ ബന്ധം ഉള്ള വീടുകളിൽ അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ അവർക്കുള്ള സംതൃപ്തി കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇൻ മാരേജ് ആണ്. അതിന് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത്, നിങ്ങളുടെ പാർട്ട്ണറിനെ, നിങ്ങളുടെ സ്പൗസിനെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്കറിയാമോ? അറിയാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും കാണുന്നത് നമ്മൾ നമ്മുടെ പാർട്ട്ണറിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് പറയുന്ന അത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മളുടെ ദാമ്പത്യ ബന്ധം തന്നെ തകരാറിലാവാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിക്കും നെഗറ്റീവ് മാത്രമായിട്ടില്ല, അതുപോലെ തന്നെ ഒരു വ്യക്തിക്കും പോസിറ്റീവ് മാത്രമായിട്ടില്ല. എല്ലാ വ്യക്തികൾക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ ഒരു എനർജി ഉപയോഗിച്ച് ആ വ്യക്തിയുടെ പോസിറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെ നന്നായിട്ട് ഒരു സംതൃപ്തിയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ സ്പൗസിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഏതൊരു ബന്ധത്തിന്റെയും ദൃഢമാക്കാനായിട്ട് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ കൂടി ആയാലോ? അപ്പോൾ ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഭാര്യ ഭർത്താവ് എന്ന ടൈറ്റിലൊക്കെ മാറ്റിവെച്ച് സുഹൃത്തുക്കളായി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിനു വേണ്ടി എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. നമുക്ക് സൂര്യന്റെ കീഴിലുള്ള എന്തിനെ പറ്റി വേണമെങ്കിലും ചർച്ച ചെയ്യാം. സിനിമകളായിക്കോട്ടെ, നമ്മൾ വായിച്ച പുസ്തകങ്ങളായിക്കോട്ടെ, നമ്മളുടെ സ്വപ്നങ്ങളായിക്കോട്ടെ, നമ്മളുടെ കുടുംബജീവിതത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ പറ്റി ആയിക്കോട്ടെ, അങ്ങനെ സൂര്യന്റെ കീഴിലുള്ള എന്തിനെ പറ്റി വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ സംസാരിക്കാനായി കുറച്ച് സമയം എല്ലാ ദിവസവും കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സ്പൗസ് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ, ഇന്ററപ്റ്റ് ചെയ്യാതെ കേൾക്കാനായിട്ട് ക്ഷമയും നമ്മൾ കാണിക്കണം എന്നുള്ളത്. മൂന്നാമത്തത്, സ്നേഹവും സൗഹൃദവും സൂചിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടി കാണിക്കാതിരിക്കുക. ഇത് നിന്റെ ജോലിയാണ്, ഇത് എന്റെ ജോലിയാണ് എന്നൊക്കെ ഒരു വേർതിരിവുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ വീട്ടിലെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്ന് മനസ്സിലാക്കുകയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഒരുമിച്ച് കുക്ക് ചെയ്യുക, ഒരുമിച്ച് ക്ലീൻ ചെയ്യുക, ഒരുമിച്ച് യാത്രകൾ പോവുക, ട്രാവൽ ചെയ്യുക, ഒരുമിച്ച് വ്യായാമം ചെയ്യുക. അങ്ങനെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നമ്മളുടെ ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നൽകുക, അവരുടെ സ്പെഷ്യൽ ഡേ ഓർത്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത്തത്, റെസീലിയൻസ് ബിൽഡ് ചെയ്യുക. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ബിൽഡ് ചെയ്തെടുക്കുന്ന ആ ഒരു റെസീലിയൻസ് തീർച്ചയായിട്ടും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളെയും ഹിക്കപ്സിനെയും ഒക്കെ തരണം ചെയ്യാനായിട്ട് വളരെ പ്രാപ്തമാണ് എന്നുള്ളതാണ്. നമ്മളുടെ പങ്കാളി ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സുഹൃത്തായി, പ്രചോദനമായി, മോട്ടിവേഷനായി കൂടെ നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അഞ്ചാമത്തത്, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് സൗഹൃദങ്ങൾ പങ്കുവെക്കുകയും തമാശകൾ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ പങ്കാളിയുടെ അടുത്ത് നമ്മളത് ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്നാൽ അതേ ഒരു വൈബോടുകൂടി നമ്മളുടെ പങ്കാളിയോട് നമുക്ക് ഇടപഴകാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, ആ ഒരു വൈബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്ട്രോങ് ആയിട്ട്, കൂടുതൽ സംതൃപ്തിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഈ 5 കാര്യങ്ങളും നമ്മളുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് മടി കാണിക്കാതിരിക്കുക.